അനന്ത് അംബാനി 3000 ഏക്കറിലെ വൻതാര തുടങ്ങിയത് മൃഗസ്നേഹം കൊണ്ട് മാത്രമാണെന്നാണോ കരുതിയത്? എന്നല്ല, അതിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് കാർബൺ ക്രെഡിറ്റ്. എന്താണ് കാർബൺ ക്രെഡിറ്റ്? കമ്പനികൾക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന കാർബൺ ഡയോക്സൈഡിന് ഗവൺമെന്റ് ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ലിമിറ്റിൽ കൂടുതൽ ഒരു കമ്പനിക്ക് കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യണമെങ്കിൽ അവർ പൈസ കൊടുത്ത് കാർബൺ ക്രെഡിറ്റ് വാങ്ങിക്കണം. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും? ഒരു ഓപ്ഷൻ ഉള്ളത് ഈ കാർബൺ ലിമിറ്റ് മൊത്തമായിട്ട് യൂസ് ചെയ്യാത്ത കമ്പനികളുടെ കയ്യിൽ നിന്ന് അവരുടെ എക്സ്ട്രാ കാർബൺ ക്രെഡിറ്റ് വേണ്ടുന്ന കമ്പനിക്ക് വാങ്ങിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് കാർബൺ ക്രെഡിറ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കും കാർബൺ ക്രെഡിറ്റ് വിൽക്കാം. നിങ്ങൾക്കൊരു ബാരൻ ലാൻഡ് ഉണ്ടെങ്കിൽ അവിടെ മാങ്ങ, ബാംബു, തേക്ക്, റബ്ബർ പോലുള്ള പ്ലാന്റേഷൻസ് വെച്ചിട്ട് ഈ പ്ലാന്റേഷനെ കാർബൺ ക്രെഡിറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 1 ടൺ കാർബൺ ഡയോക്സൈഡ് ആണ്. NRIസിനും മറ്റ് സാധാരണക്കാർക്കും ഒക്കെ കാർബൺ ക്രെഡിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം ത്രൂ കാർബൺ ക്രെഡിറ്റ് ETFs. ഇന്ത്യയിൽ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അതായി വരുന്നത് വരെ ഇന്ത്യയിൽ നിന്നുള്ള ഈ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും കിട്ടാൻ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.